അതായത് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അവർ എന്നിട്ട് കത്തു നീട്ട് ആളുകൾ കിടന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. വിദ്യാഭ്യാസ മേഖല എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ PSCയിൽ വിശ്വസിക്കുന്ന യുവതലമുറ എന്താണ് ഈ സർക്കാർ ഇങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണം? ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ അധ്യാപകരും ഓരോരുത്തരും മികച്ച റാങ്ക് നേടിയിട്ട് ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ, അതായത് ഇപ്പോൾ എക്സാമിന് വേണ്ടി ഉറക്കം വിളിച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, അത് നല്ല റാങ്ക് നേടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ആൾക്കാർ പോലും ഇന്നിവിടെ ജോലി ഇല്ലാതെ ഞങ്ങളിവിടെ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് എത്ര വിഷമമുള്ള കാര്യമാണ്. ഞങ്ങൾ ഒരുപാട്, അതായത് ഞങ്ങളിപ്പോൾ ഭാവിയിലെ അധ്യാപകരാണ് ഞങ്ങൾ. കുരുന്നുകൾക്ക് അക്ഷരം പകരാന്നുള്ള അത്രയും ആഗ്രഹത്തോടു കൂടി പഠിച്ചു നേടിയ, നല്ല റാങ്കിൽ പഠിച്ചു നേടിയവരാണ്. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളോട് പറയുന്നത് ഇനിയും നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇനിയും വർഷങ്ങളുണ്ടല്ലോ, കഴിയാൻ വർഷങ്ങളുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു നിയമനം പോലും നടക്കാതെ ഞങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിൽ കിടക്കുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിൽ കൂടുതൽ ഞങ്ങൾ എങ്ങനെയാണ് അടുത്തൊരു എക്സാമിന് പഠിക്കേണ്ടത്? അത്രയും മികച്ച റാങ്ക് നേടിയിട്ട് നിയമനമില്ല എന്ന് പറയുമ്പോൾ ഇനിയൊരു എക്സാം, അതേക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല.